അടുത്ത സെക്കൻഡിൽ കയറി പിടിച്ചു എന്ന് പറയുന്നത് ഭയങ്കരമായ ഈ രക്ഷപ്പെട്ട ആളെ എത്ര തന്നെ ഈ മനുഷ്യനോട് നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ജീവിതം തിരിച്ചു കൊണ്ടുവന്ന ആളാണ്. താഴെ വീണിരുന്നെങ്കിൽ ഏതാണ്ട് മരണം ഉറപ്പാകും. പ്രൈവറ്റ് ബസ് നമ്മുടെ ശത്രുവൊന്നുമല്ല. പ്രൈവറ്റ് ബസ്സും വേണം, എന്നാലും സർക്കാരിന് നിലനിൽപ്പുള്ളൂ. സർക്കാരിൻ്റെ ഖജനാവ് നന്നായി വരണമെങ്കിൽ പ്രൈവറ്റ് ബസ് കൂടുതൽ വരണം. അതിനുള്ള നടപടിയാണ് ഇപ്പോൾ ഈ സർക്കാർ എടുക്കാൻ പോകുന്നത്. കൂടുതൽ KSRTC നിലനിൽപ്പിനൊപ്പം കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വരും. വളരെ സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ. ഞാൻ ആ ദൃശ്യം കണ്ടു ഇന്ന്. വളരെ അത്ഭുതകരമായൊരു സംഭവമാണ്. ബിലുവിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ ഈ സിനിമയിൽ പോലും കാണില്ല. ഇത്രയും ഒരു ടൈമിംഗ് എന്ന് പറയുന്ന സംഭവം. അത് മാത്രമല്ല, നമ്മൾ വീഴുമ്പോഴാണ് സാധാരണ നമ്മൾ ഒരു പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ അത്തരത്തിലൊരു ആക്ഷൻ നമുക്ക് വന്നു. നമ്മൾ താഴോട്ട് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ കുത്തും, അല്ലെങ്കിൽ തീ നമ്മുടെ അടുത്തേക്ക് നമ്മൾ കൈ കൊണ്ട് തട്ടും, തീയിൽ പൊള്ളുമ്പോൾ നമ്മൾ കൈ വലിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാൾ, അതും വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ വേറെ കാര്യം ശ്രദ്ധയോടുകൂടി അപ്പുറത്തെ കയ്യിൽ പൈസയൊക്കെ വെച്ച് ടിക്കറ്റൊക്കെ നോക്കി എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ട് കൃത്യമായി പിടിച്ചു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയാണ്. ആ ഒരു പ്രതികരണ ശേഷി എന്ന് പറയുന്ന ഒരു വ്യക്തി കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെ കൊണ്ടും പറ്റില്ല. വളരെ സന്തോഷമുണ്ട്, അഭിനന്ദനങ്ങൾ. കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ആ പോകുന്ന സ്പീഡിൽ വണ്ടിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന അപകടം ഒരു ജീവനെ രക്ഷിച്ചു എന്ന് അഭിമാനിക്കാം. അറിയാതെ വന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ. അപ്പം ചുറ്റുപാടുകളെക്കുറിച്ച് ഞാനെപ്പോഴും പറയാറുണ്ട്, കുട്ടികളോടും പറയാറ്, ചുറ്റുപാടിനെക്കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും വേണം. നമ്മുടെ പുറകെ കൂടെ വരുന്ന കാര്യം വരെ കാണാം. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ആ ചുറ്റുപാടുകളുടെ ധാരണയാണ്. അവിടെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് പോകുമ്പോഴേ മാത്രമേ ഇതുകൊണ്ട് പോകുന്നുള്ള കാര്യം, ഡോറ് തുറന്നാണല്ലോ പോകുന്നുള്ള കാര്യം, അപകടമാണല്ലോ, ഇതെല്ലാം കൂടി കണ്ടുകൊണ്ട് അടുത്ത സെക്കൻഡിൽ കയറി പിടിച്ചു എന്ന് പറയുന്നത് ഭയങ്കരമായ ഈ രക്ഷപ്പെട്ട ആളെ എത്ര തന്നെ ഈ മനുഷ്യനോട് നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ജീവിതം തിരിച്ചു കൊണ്ടുവന്ന ആളാണ്. താഴെ വീണിരുന്നെങ്കിൽ ഏതാണ്ട് മരണം ഉറപ്പാകുമായിരുന്നു. അത്ര സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡ്രൈവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേ സംഭവിച്ച കണ്ടക്ടറേയും ചീത്ത വന്നു. പക്ഷേ ഈ കണ്ടക്ടർ പിടി കിട്ടിയതുകൊണ്ട് കൊള്ളാം. പിടി കിട്ടിയില്ലായിരുന്നെങ്കിൽ അല്ല, എന്നാലും ഒരു പ്രസൻസ് വേണം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാം. നമ്മൾ ചില ആൾക്കാർക്ക് കുറിച്ചുണ്ട്, മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ചുറ്റുപാടെ പറ്റി ഒന്നും അറിയത്തില്ല. നമ്മുടെ തലമുറയ്ക്കൊരു കുഴപ്പമുള്ളതാണ്. ഇതിങ്ങനെ മൊബൈലിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും അവരറിയാറില്ല. ബോംബ് പൊട്ടിയാലും അവരറിയത്തില്ല, കടുവ വന്ന് അവരെടുത്ത് തന്നാലും അവരറിയത്തില്ല, പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് ഇതൊരു ഭയങ്കര ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, അത് ഈ മൊബൈലിൽ കളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ലിബുവിന് പിടിക്കാൻ പറ്റി, ബിലുവിന്. അത് ശ്രദ്ധിക്കുക, അതൊരു നല്ല മാതൃകയാണ്. പ്രൈവറ്റ് ബസ് ജീവനക്കാരനാണ്, അതിൽ കാര്യമില്ല, സന്തോഷമേ ഉള്ളൂ. ഏത് ജീവനക്കാരനാണെങ്കിലും ബസ് ജീവനക്കാരനാണ്. നമുക്ക് പ്രൈവറ്റ് ബസ് നമ്മുടെ ശത്രുവൊന്നുമല്ല. പ്രൈവറ്റ് ബസ്സും വേണം, എന്നാലും സർക്കാരിന് നിലനിൽപ്പുള്ളൂ. സർക്കാരിൻ്റെ ഖജനാവ് നന്നായി വരണമെങ്കിൽ പ്രൈവറ്റ് ബസ് കൂടുതൽ വരണം. അതിനുള്ള നടപടിയാണ് ഇപ്പോൾ ഈ സർക്കാർ എടുക്കാൻ പോകുന്നത്. കൂടുതൽ KSRTC നിലനിൽപ്പിനൊപ്പം കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വരും. ആളുകൾക്ക് യാത്ര എന്നുള്ളതാണ്, ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ റൂട്ടുകളിലെല്ലാം ഏതാനും ദിവസങ്ങളൊക്കെ അതിൻ്റെ അറിയിപ്പ് വരും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പിൻവലിക്കാത്തത് കൊണ്ടാണ് നമ്മളിന്ന്. ഏതാനും ദിവസങ്ങൾക്ക് അതിൻ്റെ ഒരു വിജ്ഞാപനം വരും. ആ വിജ്ഞാപനത്തിലൂടെ നമ്മൾ കേരളത്തിലെ എല്ലാ റോഡുകളിലും ബസ് എന്ന സങ്കല്പത്തിലേക്ക് കേരളത്തെ പൊതുഗതാഗതത്തെ കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. നടപടികൾ നടന്നു വരികയാണ്. ആ നടപടി ഒന്ന് പൂർത്തിയായതിനു ശേഷം പ്രഖ്യാപിക്കും.